ഇന്നത്തേതേ ഒരപരനാണ് കേട്ടാ. പേടിക്കണ്ട, അന്ന് നമ്മളൊരു പാവയ്ക്ക ട്രൈ ചെയ്തില്ലേ, അതിൻ്റെ അനിയൻ കോവയ്ക്ക. പിന്നെ ഈ അരിയണ കുന്ത്രണ്ടം ഞാൻ കാണിച്ചു തന്നില്ലേ, ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളൂ കേട്ടാ. ഇല്ലയെന്നുണ്ടെങ്കിലേ നമുക്കൊരു 100 ഗ്രാം മീറ്റൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പുറത്തെ അപ്പാപ്പനെ എന്തോ ഒച്ചയെടുത്ത് വിളിക്കുന്ന കേട്ടു. എൻ്റെ പേരെല്ലാന്നറിയാം, എന്നാലും എന്താണെന്നറിയാനൊന്ന് എത്തി നോക്കിയതാടോ. ഇച്ചിരി തൊലി പോയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇപ്പോൾ കുക്കിംഗ് ആവുമ്പോൾ ഈ ചോരയും നീരും എല്ലാം പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇത്. ഇതാണ് പണ്ടുള്ളവർ പറയണത്, എന്ത്, നമ്മുടെ പാത്രത്തിലെ കഞ്ഞിയുടെ അളവ് നോക്കിയിട്ടേ അപ്പുറത്തവൻ്റെ പാത്രത്തിലെ കറിവേപ്പില എണ്ണാൻ പാടുള്ളൂ എന്ന് കേട്ടാ. അപ്പോഴേ ഈ പാവയ്ക്ക ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കേട്ടോ ഇതും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നിറയെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ അത്രയും മൊരി ഉണ്ടാത്തവരാണെങ്കിൽ അതിന് മുമ്പത്തേക്ക് പാകമൊക്കെ എത്തുമ്പോൾ അതെടുത്ത് മാറ്റാം കേട്ടോ. അതിപ്പോഴേ ലൈഫിലും അങ്ങനെ തന്നെയല്ലേ, ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിരുന്ന എന്തെങ്കിലും ശരിയാവോ? ഇല്ലടാ. നമ്മുടെ ഏതൊരു കാര്യവും ചെയ്യുന്ന പോലെ അതിനത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത് അതിൻ്റേതായ സമയം കൊടുത്താലേ അത് നമുക്ക് വിചാരിക്കുന്ന പോലത്തെ റിസൾട്ട് തിരിച്ചു തരുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി പുറം ലോകം കാണാനായിട്ട് ഇറങ്ങണം. എന്നാലേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ.